ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി പൊങ്കൽ ഓർ മകര സംക്രാന്തി ഓർ ലോറി പല പല പേരുകളിലുള്ള സെലിബ്രേഷൻസ് ആണെന്ന്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുളിച്ച് മേക്കപ്പൊക്കെ ഇട്ട് ഉടുപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തന്നെ തോന്നി ഞാൻ ഭയങ്കര സുന്ദരിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തലേന്ന് തന്നെ കിച്ചണും പൂജാ റൂമും ഒക്കെ ക്ലീനാക്കി സെറ്റാക്കി. അപ്പോൾ നമുക്ക് പൊങ്കൽ കലമൊക്കെ കഴുകിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പൊങ്കൽ മുറ്റത്താണ് ഇടുന്നത് എൻ്റെ വീട്ടിലൊക്കെ. പക്ഷേ ഞാൻ എപ്പോഴും ഗ്യാസ് അടുപ്പിൽ കിച്ചണിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം പുറത്തെ തണുപ്പ് ആലോചിച്ചിട്ട് ഞാനെങ്ങാനും പുറത്ത് പോയി പൊങ്കലിട്ട് കഴിഞ്ഞാൽ ഞാനൊരു ഫ്രോസൺ പ്രിൻസസ്സായിട്ട് അവിടെ ഉറങ്ങിയിരിക്കും. അത്രയ്ക്ക് തണുപ്പാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഗ്യാസ് അടുപ്പിൽ തന്നെയാണ് പൊങ്കൽ വെക്കുന്നത്. അപ്പം തലേന്ന് തന്നെ എല്ലാ പൊങ്കലിന് വേണ്ട സാധനങ്ങളും സെറ്റാക്കി വെച്ചു. വളരെ ഈസിയാണ് പൊങ്കൽ ഉണ്ടാക്കാൻ. ഏകദേശം 3/4 കപ്പ് പച്ചരി ഞാൻ കഴുകി ആവശ്യത്തിനുള്ള വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്കിട്ട് അരി നന്നായിട്ട് വെന്ത ശേഷം ഞാൻ അതിലേക്ക് ശർക്കര ഉരുക്കി ഒഴിക്കുകയാണ്. 3/4 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചതാട്ടോ ഞാൻ ചേർത്തത്. കഴിഞ്ഞ വർഷം ഞാൻ ഈക്വൽ അളവിൽ ചേർത്തപ്പോൾ എനിക്ക് മധുരം കുറവായിട്ട് തോന്നിയുകൊണ്ട് 1 കപ്പ് ശർക്കര ഉരുക്കിയതും ചേർത്ത് അതും നന്നായിട്ട് കുറുകി വരുമ്പോൾ ഏലക്ക പൊടിച്ചതും നെയ്യും ഒക്കെ ചേർത്ത് ഫൈനൽ സ്റ്റേജ് പായസത്തിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എനിക്ക് ഇഷ്ടമാതിരി അണ്ടിപ്പരിപ്പ് വേണം. അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പിലും കൂടുതൽ അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും ചേർത്ത് വിളക്കിയെടുത്തപ്പോൾ നല്ല അടിപൊളി പൊങ്കൽ റെഡിയായി. പക്ഷേ ഇതിൽ ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണിയായപ്പോൾ തന്നെ കലാപരിപാടി അവസാനിച്ചു. 6:45 സൺറൈസിന്. എന്തായാലും എല്ലാം വളരെ മംഗളമായിട്ട് ഐശ്വര്യമായിട്ട് പൊങ്കാലിടാൻ എനിക്ക് പറ്റി. അപ്പോൾ പൊങ്കൽ കരത്തിൽ ഞങ്ങളിങ്ങനെ മഞ്ഞളുടെ ഇല കെട്ടിവെക്കും. അത് കഴിഞ്ഞ് ഞാൻ വിളക്കൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ നമ്മൾ ആദ്യം നിവേദ്യം കുറച്ച് കാക്കയ്ക്ക് പടയ്ക്കണം. പക്ഷേ ഇരുട്ടത്തെ എവിടെ കാക്ക വരാൻ ഞാൻ 6:45 വരെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ എവിടെയും തെണ്ടിത്തിരി നിന്നപ്പം ഇത് ഇന്നലെ സാത്തുൻ്റെ സ്കൂളിൽ അവർ ചെയ്യിപ്പിച്ച ക്രാഫ്റ്റ് ആക്ടിവിറ്റിയാണ് പൊങ്കൽ കലവും പിന്നെ മകര സംക്രാന്തിയുടെ കയറ്റും. അങ്ങനെ വെട്ടമൊക്കെ വന്നപ്പോൾ ഞാൻ കാക്കയ്ക്കുള്ളത് വെച്ചു. പിന്നെ ഒന്നുകൂടി ഞാൻ പോയി പ്രാർത്ഥിച്ചു. പിന്നെ ഞാനും പൊങ്കൽ വെച്ചു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പൊങ്കൽ വിശേഷം. ബൈ.